ഈ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസമാണ് അവിടുത്തെ സുപ്രീം കോടതിയുടെ എല്ലാവിധമായിട്ടുള്ള അവകാശങ്ങളും തന്നെ റദ്ദ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ. സുപ്രീം കോടതി ഇല്ലാത്ത അവസ്ഥയായി. സുപ്രീം കോടതിയും യഥാർത്ഥത്തിൽ കോടതിയുമില്ല എന്ന് വെച്ചാൽ സാറ് പറഞ്ഞതുപോലെ അസീം മുനീർ മാത്രം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഏകാധിപതികൾ ചരിത്രത്തിൽ പലപ്പോഴും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിർമ്മിക്കപ്പെടുന്നത് നമുക്കറിയാം, ഒന്നല്ലെങ്കിൽ പട്ടാള അട്ടിമറികളിലൂടെയോ അതല്ലെങ്കിൽ നിലവിലുള്ള ഭരണ സംവിധാനത്തെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി അയാളുടെ തന്നെ അധികാര പ്രമത്തതയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ഏകാധിപതി. ഈ രണ്ട് രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി പാകിസ്ഥാൻ ഇപ്പോൾ നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്തത്. സർവ്വവിധമായിട്ടുള്ള നിയമങ്ങളും ഒരു ജനാധിപത്യ രാഷ്ട്ര സംവിധാനത്തിനകത്തുള്ള നിയമങ്ങളെ മുഴുവനും എങ്ങനെ ഒരു ഏകാധിപതിയെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് പാകപ്പെടുത്താം, അങ്ങനെ പാകപ്പെടുത്തി രൂപപ്പെടുത്തി വരുന്ന ഒരു ഏകാധിപതിയാണ് അസീം മുനീർ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ കരുതും അയാളുടേതായിട്ടുള്ള രീതികളിലോ അയാളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചോ വളരുന്നൊരു ഭരണാധികാരിയാണ്. അല്ല, ഇയാളെ ആരാണ് വളർത്തുന്നത്? നേരത്തെ നിങ്ങൾ പറഞ്ഞു 2 വട്ടം വൈറ്റ് ഹൗസിൽ അത്താഴം ഉണ്ണാൻ പോയി എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അമേരിക്കയുടെ ഒരു പാവയാണ് അസീം മുനീർ. അമേരിക്ക എന്താണ് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പട്ടാള മേധാവി, ഏകാധിപതി. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം മുഴുവനും അദ്ദേഹത്തിൻ്റെ കൈകളിൽ അമരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുകയാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ്. കാരണം ഏത് സമയത്താണോ അമേരിക്കയ്ക്ക് ഈ ഇന്ത്യയെ ഉപദ്രവിക്കേണ്ടി വരുന്നത്, ആ സമയത്ത് ഉപദ്രവിക്കാനായിട്ടുള്ള ഒരു ഉപകരണമാണ് ഇപ്പോൾ അസീം മുനീർ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നേരത്തെ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയാണ്. ഇറാനെതിരെ അമേരിക്ക പറഞ്ഞത് കേൾക്കാതിരുന്ന സമയത്ത് അണവായുധവും അതേപോലെ നിർമ്മിതിയുമൊക്കെ വേണ്ടി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പിടാൻ ഇറാൻ കാണിച്ച ഒരു വിമുഖത, ആ സമയത്ത് ഇസ്രായേലിനോട് പറഞ്ഞ് അവൻ്റെ പെടലേക്ക് അടിക്കാൻ പറഞ്ഞ് അങ്ങനെ അടിച്ചൊരു സ്ഥിതി. ഇതേപോലെ ഒരു ഉപകരണമാക്കി ഈ അസീം മുനീറിനെ മാറ്റിയാൽ അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷെ നമ്മൾ അതിനനുസരിച്ചുള്ള നീക്കങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു. ഇന്ന് പുടിൻ ഇവിടെ എത്തുന്നു, അറിയാം സാറിന്. അദ്ദേഹം ഇവിടെ എത്തുന്ന സമയത്ത് നമ്മളുണ്ടാക്കുന്ന കരാറിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറഞ്ഞാൽ റഷ്യൻ പട്ടാളത്തിന് ഇന്ത്യയിൽ വരാനും ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കാനുമായിട്ടുള്ള ഒരു താവളം ഒരുക്കുന്ന ഒരു പ്രൊവിഷൻ അതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പട്ടാളം റഷ്യയിലേക്ക് പോകുന്നതായിട്ടുള്ള പ്രൊവിഷൻ, പരസ്പരം നമ്മൾ ഈ പട്ടാളക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആദ്യത്തെ ഒരു കരാറാണ് അത്. ഇതൊക്കെ